ഹലോ വൈബൻസേ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു മൂവി റിവ്യൂ, അത് ആവേശം എന്ന് പറയുന്ന മൂവിയാണ്. അപ്പോൾ എടാ മോനെ എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് ഹിറ്റായ ആ ഒരു മൂവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആവേശം എന്ന മൂവി ജിത്തു മാധവൻ തയ്യാറാക്കിയ പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന സുഷിൻ ഷ്യാം എന്ന് പറഞ്ഞ ഓവറോൾ മൂവി എന്ന് പറയുന്നത് ഫഹദ് ഫാസിലിന്റെ അഴിഞ്ഞാട്ടം, തീർത്തും ഒരു അഴിഞ്ഞാട്ടമാണ് ഈ മൂവിയിൽ പുള്ളി ചെയ്തേക്കുന്നത്. പുള്ളിയുടെ ആ ഒരു ഓരോ സീൻ ബൈ സീൻ നമുക്ക് അടുത്തത് എന്ത് ചിന്തിക്കും, എന്ത് ചെയ്യുമെന്നുള്ള ഒരു ടിപ്പിക്കൽ സൈക്കോപാത്തിന്റെ ഒരു ഗാങ്സ്റ്റർ പോലെയാണ് പുള്ളി അതിൽ ബിഹേവ് ചെയ്യുന്നത്. അത് അതിന്റെ ഓരോ അഭിനയം, ഓരോ സീൻ ബൈ സീൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം അതില് എടുത്തൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴിഞ്ഞാട്ട അഭിനയം തന്നെയാണ് ഫഹദ് ഫാസിൽ. ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് എന്തോ ഈ ബാംഗ്ലൂരിൽ നടന്ന കുറെ സംഭവങ്ങളെ പറ്റിയൊക്കെ പുള്ളി അവിടെ താമസിച്ച സമയത്തുള്ള ഒരു ആസ്പദമാക്കിയിട്ടുള്ള കുറെ കഥകൾ, ഇൻസിഡന്റ് ഒക്കെ ഇതിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആവേശം എന്ന് പറയുന്ന മൂവിയിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. പിന്നെ കാസ്റ്റിംഗിന്റെ സൈഡ് എന്ന് പറയുന്നെങ്കിൽ നല്ലപോലെ അവര് നല്ല കാസ്റ്റിംഗ് ആണ് എല്ലാത്തിലും ചെയ്തിരിക്കുന്നത്. ഇപ്പം കോളേജിലെ ആ ഒരു ഗ്യാങ്ങിന്റെ ഇതായിരുന്നാലും, ബാക്കി 3 പേരുടെ കാസ്റ്റിംഗ് ആയിരുന്നാലും, പിന്നെ ഈ ഇവരെ സഹായിക്കുന്ന ഈ ഹോസ്റ്റലിന്റെ മറ്റേ ആ ഒരു വാർഡന്റെ ആയിരുന്നാലും കാസ്റ്റിംഗ് ഒക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പറയത്തക്ക വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഫഹദ് ഫാസിലിന്റെ കൂടെ നിൽക്കുന്ന ഒരു പുള്ളിയുണ്ട്. അയാള് ഓരോ സീൻ ബൈ സീൻ അയാൾ അങ്ങ് എടുക്കുവാണ് എന്ന് പറഞ്ഞാൽ ആ സീൻ ഫഹദ് ഫാസിലിന്റെ ഒപ്പം അങ്ങ് കവർ ചെയ്ത് വളരെയധികം ഇതായിട്ട് കൊണ്ടുവരികയാണ്. ആ മൂവിയിൽ പുള്ളിയുടെ പേര് അംബാൽ അങ്ങനെ എന്തോ ആണ് വിളിക്കുന്നത്. അപ്പം അതും ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ പ്ലേ പറയുന്നെങ്കിൽ വളരെയധികം ലാഗ് ആയിട്ടുള്ള ഒരു ഫീൽ ഒന്നുമില്ല. അടുത്തത് എന്താണെന്നുള്ള ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. കാരണം എടുത്തൊക്കെ പറയുന്ന വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫഹദ് ഫാസിലിന്റെ ഈ ഒരു സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, സൈക്കോപാത്ത് അങ്ങനത്തെ ഒരു ഇതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും, എന്ത് ചിന്തിക്കും, അടുത്തത് എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന, അങ്ങനെ കുറെ കാര്യങ്ങളുള്ള ഒരു സൈക്കോത്തിക് ഗൂൺ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഇതിലെ ഫഹദ് ഫാസിലിന്റെ. അത് തന്നെയാണ് ഈ മൂവി കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ആവേശം നമുക്ക് തരുന്നത്. രംഗൻ ചേട്ടൻ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? പിന്നെ മൂവിയിൽ എടുത്തു പറയേണ്ട ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിയുടെ മ്യൂസിക് ആണ്. സുഷിൻ ഷ്യാം നല്ലപോലെ മ്യൂസിക് അഴിഞ്ഞാടിയിട്ടുണ്ട്. നല്ലപോലെ എന്ന് പറഞ്ഞാൽ ഓരോ സീൻ ബൈ സീനില് വരുന്ന BGM ആയിരുന്നാലും, മ്യൂസിക് ആയിരുന്നാലും, ഓരോ സ്ഥലത്ത് കൊടുക്കേണ്ട ആ ഒരു മ്യൂസിക്കിന്റെ കാര്യങ്ങളായിരുന്നാലും എല്ലാ രീതിയിലും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. മൂവി തുടങ്ങുന്നത് തൊട്ട് ഈ എൻഡിങ് തീരുന്നത് വരെ നമുക്ക് ചിരിച്ചുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാം. അത്രയ്ക്കുള്ള ഒരു കോമഡി കാര്യങ്ങളെല്ലാം ഈ മൂവിയിലുണ്ട്. അപ്പം ആ ഒരു സീരിയസ് സിറ്റുവേഷനിലും പുള്ളി ഈ ഫഹദ് ഫാസില് ഓരോ രംഗങ്ങൾ ചെയ്ത് ചിരിപ്പിക്കുന്നതായിരുന്നാലും നമ്മളെ അങ്ങ് ആവേശത്തിൽ പിടിച്ചിരുത്തുകയാണ്. അത് തന്നെയാണ് ആവേശം എന്ന് പറയുന്ന മൂവിനെ പറ്റി തീർത്തും പറയാനുള്ള ഒരു കാര്യം. എല്ലാവരും ഈ ആവേശം എന്ന് പറയുന്ന മൂവി തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കധികം ചിരിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒരുപാട് അധികം ഉണ്ട് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഡോണ്ട് മിസ് ഇറ്റ്. നമ്മൾ 3 അതിഥികളെ വിളിക്കും ഈ മൂവിയുടെ കാര്യത്തിനെ പറ്റി സംസാരിക്കാനും അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങൾ അവരിൽ നിന്ന് അറിയാൻ. അപ്പൊ ഈ 3 അതിഥികളെ നമുക്ക് വിളിക്കാം. എടാ മോനെ, ഞാൻ പിന്നെ ഈ ഫഹദിന്റെ ഒരു ഫാനായി പോയി കേട്ടോ, കട്ടായി ഫാനായി പോയി. എന്താ അറിയാമോ, ഈ ഫഹദിന്റെ ആ ആക്ടിങ്, മറ്റേ ആ ഒരു ഇതുണ്ട്, സൈക്കർ ഒരു അഭിനയം ഉണ്ടല്ലോ. ആ മോനെ, എന്റെ മോനെ, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് പൊളിച്ചവൻ. അതാണ് ഞാൻ മറ്റേ ആവശ്യം മൂത്ത് അണ്ണന്റെ കൂടെ ഒരു സെറ്റപ്പ് ആയത്. ഞാൻ ഇനി അണ്ണന്റെ ഒരു ഇതായി പോയി. സൂപ്പർ ആവേശം, അണ്ണ ഉയിര് ആവേശം. കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. ഫഹദിന്റെ ആക്ടിങ് കിടലായിരുന്നു. പിന്നെ സ്റ്റോറി നല്ല ഗാങ്സ്റ്റർ സ്റ്റോറി ആയിരുന്നു. പിന്നെ മ്യൂസിക് എന്ന് വെച്ചാൽ അടിപൊളി പാട്ടുകളും നല്ല ഡാൻസ് കളിക്കാനുള്ള വൈബുകളുള്ള പാട്ടുകളും ഉണ്ടായിരുന്നു അതില്. പിന്നെ റൊമാൻസ് ഇല്ല, അതാണ് ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത്. കിടലും കോമഡിയും ഉണ്ടായിരുന്നു കേട്ടാ, നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട് കോമഡി. പിന്നെ ഹിസ്റ്റർ, പിന്നെ ആ സ്റ്റഡ് വെച്ച മറ്റേ ഒരു പയ്യൻ തടിച്ച അവന്റെ ആക്ടിങ് നൈസായിരുന്നു. പിന്നെ മറ്റവനും കൊള്ളായിരുന്നു. വേറെ മറ്റേ ഗാങ്സ്റ്ററിന്റെ കൂടെ പറഞ്ഞ ഒരു തടിച്ച അങ്ങേര് പേരെന്തിനായിരുന്നു, അമ്പാൻ അങ്ങേര് നൈസ് ആക്ടിങ് ആയിരുന്നു, നല്ല കോമഡി ആയിരുന്നു. അങ്ങേര് നല്ല കോമഡിയും ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഓരോ തള്ളും കേൾക്കുമ്പോ നമുക്ക് ചിരി ഒന്ന് ചാവും കേട്ടോ, സത്യം പറഞ്ഞ. ആവേശം പുതിയ റിലീസാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇമാജിൻ ഈ ഫഹറിന്റെ റോളിൽ വേറെ ആര് ചെയ്തിരുന്നാലും ഈ പടം ഹിറ്റാവാൻ പോണില്ല. ഫഹദ് ചെയ്തുകൊണ്ട് മാത്രം ഈ പടം ഹിറ്റായി. സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പോൾ വലിയ ഹെവി സ്ക്രീൻ പ്ലേ ഒന്നല്ല, ചെറിയ ഒരു സ്റ്റോറി ലൈനിൽ ഒരു സിനിമ ഇട്ട് വെച്ചിരിക്കുന്നു. കോമഡി ചിലയിടത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്, ചിലയിടത്ത് വരും ക്രിഞ്ചാണ്, ചിരിക്കാൻ ഒന്നുമില്ല. മ്യൂസിക് കൊള്ളാം, എല്ലാം ഹിന്ദി പാട്ടും തമിഴ് പാട്ടും. മലയാളം പാട്ടാണ്, മലയാളം പാട്ടില്ല, ഒരു മലയാളം പാട്ട് വേണം. ക്ലൈമാക്സിൽ അവർ വേണം ഒട്ടിക്കും. ഒരു നല്ല ക്ലൈമാക്സ് നേരെ എടുക്കായിരുന്നു. വെൽക്കം ടു മർണക്കിണർ ട്രപ്പീസും തലയും കുത്തി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും സിംഗങ്ങൾ. സർക്കസ് ആരംഭം, സകലകല അഭ്യാസം, സിറയിലെല്ലാം ആനന്ദം, നടക്കപ്പോറൻ ഭൂകമ്പം.